സംസ്ഥാന ജനറൽ സെക്രട്ടറി PS ഗോപകുമാർ ചേരുന്നുണ്ട്. ശ്രീ ഗോപകുമാർ, ഇങ്ങനെ നിരവധി പദ്ധതികൾ, ഇൻഷുറൻസ് പദ്ധതി അടക്കം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഫലമൊന്നും തന്നെ ഈ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. പെൻഷൻ ആയതിനു ശേഷം പോലും ലഭിക്കാത്തൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഇതിലിപ്പോൾ ധനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം ആവശ്യമുള്ളവർ മാത്രം ചേർന്നാൽ മതി, ഇതാരെയും അടിച്ചേൽപ്പിക്കില്ല എന്ന്. അവസാനം ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ തന്നെ ആകും. എന്തായാലും ഈ ജീവാനന്ദം എന്ന ആ ഒരു പദ്ധതി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആനന്ദകരമല്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും ജീവാനന്ദം എന്ന പേരിലെ സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി സംസ്ഥാനത്തെ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒട്ടും ആനന്ദകരമല്ല എന്ന് ആദ്യമേ തന്നെ പറയേണ്ടി വരും. കാരണം നിലവിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും വേണ്ടിയിട്ട് 4 ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. GIS, SLI, GPAIS. ഇതിന് പുറമെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് ഏകദേശം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ 2% അതിനടുത്തുള്ള തുക ഇപ്പോൾ തന്നെ ഈ ഇൻഷുറൻസ് സ്കീമിലെ സർക്കാരിന്റെ ഖജനാവിലേക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്കീമിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ പെൻഷൻ സ്കീമിൽപ്പെട്ട നാഷണൽ പെൻഷൻ സ്കീമിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച്, ആ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ 10% ആ പദ്ധതിക്ക് വേണ്ടി പിരിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഈ തരത്തിലൊരു ജീവാനന്ദം എന്ന പദ്ധതി യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ജീവനക്കാരോ അധ്യാപകരോ ആഗ്രഹിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ ആരും ആഗ്രഹിക്കാത്ത, ആരും ആവശ്യപ്പെടാത്ത ഒരു പദ്ധതി സ്വമേധയാ സർക്കാർ ആവിഷ്കരിക്കുന്നതിന് പിന്നില് ഒട്ടും സതുദ്ദേശമല്ല. അത് ജീവനക്കാരുടെ അല്ലെങ്കിൽ സർവീസിലുള്ള ആളുകളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു തുക ഖജനാവിലേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാര്യം കൂടെ, കാരണം ഇവിടെ കൃത്യമായിട്ട് 31 ദിവസവും ജോലിക്ക് പോയതിനു ശേഷമാണ് ശമ്പളം വാങ്ങുന്നത്. പക്ഷെ കഴിഞ്ഞ 2-3 മാസമായിട്ട് ശമ്പളം ലഭിക്കുന്നത് 7-ാം തീയതിക്ക് ശേഷമാണ്. ആ അവസ്ഥയിൽ വരെ എത്തിയിരിക്കുന്നു കേരള സർക്കാർ. അതിനിടയിലാണ് ഇങ്ങനെ പിഴിയുന്നത് പോലും. കാരണം ഇത് ഓരോ ലെവൽ വെച്ചാണ് ശമ്പളം സർക്കാർ ജീവനക്കാർക്ക്. താഴെത്തട്ടിലുള്ള ജീവനക്കാരിൽ വരെ ഈ ജീവാമൃതം പദ്ധതി പിടിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവർക്കല്ലേ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പോലും? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരാശരി സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർക്കാരിന്റെ പിടുത്തവും, അവർക്ക് ഇൻഷുറൻസ്, പ്രോവിഡന്റ് ഫണ്ട്, മറ്റ് പെൻഷൻ സ്കീം, ഇതിലൊക്കെ പിടുത്തം കഴിഞ്ഞിട്ട് ഒരു ശരാശരി ജീവനക്കാരനെ സംബന്ധിച്ച് കയ്യിൽ കിട്ടുന്നത് നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് കിട്ടുന്നതിനേക്കാൾ, ദിവസവേതനത്തെക്കാൾ കുറഞ്ഞ തുകയാണ്. ഇതുകൊണ്ട് ഇപ്പോഴത്തെ ഭാരിച്ച വിലക്കയറ്റം, ജീവിത നിലവാര സൂചികയ്ക്കനുസരിച്ച് ക്ഷാമബത്ത കിട്ടാത്ത സാഹചര്യം, അവന് കിട്ടേണ്ട മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തില് നിത്യജീവിതത്തിന് വളരെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ആ ഘട്ടത്തില് ഏതാണ്ട് 30,000-ഓളം കോടി രൂപയാണ് ഈ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അക്ഷരം മിണ്ടുന്നില്ല. ക്ഷാമബത്തയുടെ കുടിശ്ശികയുണ്ട്, അതേപോലെ തന്നെ പെൻഷൻ പരിഷ്കരണം, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ഇതൊക്കെ അരിയറായി കിടക്കുകയാണ്. ഇതേക്കുറിച്ച് സർക്കാർ ഒരു അക്ഷരം മിണ്ടാതെ അതൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കാലാകാലങ്ങളിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തില് ജീവനക്കാരുടെ ക്ഷേമം മുൻനിർത്തിയാണ് ഇങ്ങനൊരു പദ്ധതി എന്നുള്ളത് ഒരു കാരണവശാലും വിശ്വസനീയമല്ല. അത് ദുരുദ്ദേശത്തോടു കൂടിയാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. സുപ്രീം കോടതി തന്നെ ഇത് സംബന്ധിച്ച് നേരത്തെ ഒരു ഉത്തരവ്, ഈ ശമ്പളം കട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ശമ്പളം പിടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനവുമായി വന്ന സമയത്ത് സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഒരു വിധി, വളരെ സുപ്രധാനമായ ഒരു വിധിയുണ്ട്. ശമ്പളം എന്ന് പറയുന്നത് ജീവനക്കാരന്റെ അവകാശമാണ്, അത് സർക്കാരിന്റെ ഔദാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു വിധി നിലനിൽക്കുന്നിടത്തോളം കാലം സ്വമേധയാ സർക്കാരിന് ഇത് പിടിച്ചെടുക്കാൻ സാധിക്കില്ല. അതിനൊരു കുറുക്കുവഴി മാത്രമാണ് ജീവാനന്ദം പദ്ധതി എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഈ പല സംഘടനകളും ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഫെറ്റോയുടെ നേതൃത്വത്തിൽ എന്താണ് തുടർ നടപടികൾ? അത് വരും ദിവസങ്ങളിൽ ഫെറ്റോ ഈ കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള ആലോചന നടത്തുന്നുണ്ട്. ഇപ്പോ അതിന്റെ മാധ്യമ വാർത്തകൾ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇതിനെ സംബന്ധിച്ച് ആദ്യമേ തന്നെ ജീവനക്കാരുടെ സംഘടനയിൽ നിന്നും ഒരിക്കലും കൂട്ടായിട്ടുമുള്ള പ്രതിഷേധങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിർബന്ധമാക്കില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ പദ്ധതി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് സമാനാശയക്കാരായ സംഘടനകളുമായി ചേർന്ന് ശക്തമായിട്ടുള്ള, ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരേണ്ടി വരും. ശരി, അതാണ്. നന്ദി ശ്രീ PS ഗോപകുമാർ പ്രതികരിച്ചതിലേക്ക്.